ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു Kuttiz വേൾഡ്. ഞാൻ വന്നിരിക്കുന്ന റെഡ്ബീ ചെസ് ബോർഡ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണിത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് വാനില കേക്കാണ്. അപ്പോൾ വാനില കേക്കിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ നല്ലപോലെ അരച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് പാനിലേക്ക് ഇത് വെച്ചതിന് ശേഷം 15 മിനിറ്റ് നമുക്ക് നല്ലപോലെ ബേക്ക് ചെയ്യാം. ഇവിടെ വാനില കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നല്ലതുപോലെ സീവ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓയിൽ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് റെഡ് വെൽവെറ്റ് തയ്യാറാക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല്, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് 2.25 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ആവശ്യമായിട്ടുള്ളത് 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഈ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഓയിൽ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും റെഡ് വെൽവെറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് നല്ലതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് വിപ്പ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം 3 പാത്രത്തിലാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ബ്രൗൺ ഫുഡ് കളറും രണ്ടാമത്തെ പാത്രത്തിൽ റെഡ് ഫുഡ് കളറും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നതാണ്.
ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ കേക്കിൻ്റെ മുകളിലേക്ക് ആദ്യം വെള്ള കളറുള്ള, അതായത് കളറൊന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീം ഒഴിച്ചതിന് ശേഷം കളറുള്ള വിപ്പിംഗ് ക്രീം കുറേശ്ശെ ഒഴിക്കുക. എന്നിട്ട് സ്ക്യൂവർ കൊണ്ടോ ടൂത്ത്പിക്ക് കൊണ്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഡിസൈനായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഡിസൈൻ ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, എന്നിട്ട് വിപ്പിംഗ് ചെയ്ത ഒരു വിപ്പിംഗ് ക്രീം ഒരു ബാഗിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൂവിൻ്റെ ഡെക്കറേഷൻ താഴെ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ റെഡ്ബി ചെസ് ബോർഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉമ്മച്ചിക്കുട്ടീസ് വേൾഡിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ. അസ്സലാമു അലൈക്കും.